നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പയ്യോളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ അത്രയും വലിയൊരു നോമ്പ് തുറ, പയ്യോളി ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു നോമ്പ് തുറയാണ് നമ്മൾ സംഘടിപ്പിച്ചത്. സോമമാഷ് അന്ന് ആ പരിപാടിയുടെ ഭാഗമായിരുന്നു, ഓർമ്മ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മ, നിങ്ങളൊക്കെ പങ്കെടുത്ത പരിപാടിയാണ്. വളരെ വലിയ വിജയമാക്കി തീർത്ത, വളരെ വലിയ രീതിയിലേക്കുള്ള ആളുകൾ സംഘടിച്ച ഒരു പരിപാടിയായിരുന്നു അത്. ഏകദേശം എനിക്ക് തോന്നുന്നു 2000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു നോമ്പ് തുറ കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കാര്യം സംശയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിശ്ചിത സമയത്ത് മാത്രം നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നോമ്പ് തുറ എന്ന് പറയുന്നത്. ബാങ്ക് വിളിച്ച സമയത്ത് കൃത്യമായ ആളുകളെ, നോമ്പെടുത്ത ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സംഘടിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. അത് വിജയമാക്കി തീർത്ത ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ എന്താകുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തത്. നിങ്ങൾക്ക് ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചാണ് നമ്മളെ പ്രവർത്തനങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ. കാരണം നമുക്കറിയാം, ഒരു 3 വർഷം മാത്രമേ നമ്മളെ ഈ കൂട്ടായ്മേൻ്റെ പ്രായം എന്ന് പറയുന്നത്. ആ പ്രായത്തിനിടയ്ക്ക് നമ്മൾ ഏകദേശം 6 ലക്ഷത്തോളം രൂപയുടെ, ഞാൻ പറയുന്നത് കൃത്യമായ കണക്കാണ്, അതിന് പുറത്തുണ്ട്, ഏകദേശം 8 ലക്ഷം രൂപയോളം ഉണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ കൂട്ടായ്മയുടെ കണക്കിനകത്ത് വരുന്ന സമയത്ത് അത് 6 ലക്ഷത്തിൽ പരം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ള ആളുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത്, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത്, ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അവർ ഒറ്റയ്ക്കല്ല, നമ്മളൊക്കെ അവരുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു 3 വർഷക്കാലത്ത് നമുക്ക് അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു വസ്തുതയായിട്ട് നമ്മൾ ഈ അവസരത്തിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ പ്രവർത്തനത്തിൻ്റെ അകത്ത് പിന്നെ വരുന്നത് മെഡിക്കൽ ക്യാമ്പുകളാണ്. നമുക്കറിയാം, നമുക്ക് കൊറോണയ്ക്ക് ശേഷം നമുക്കൊക്കെ സ്ട്രോക്ക് വരുന്നുണ്ട്, പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് നമ്മളെ പ്രദേശത്തുള്ള ആളുകളെ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലാണ് അത് നമുക്ക് അതിനോട് സമീപിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ടി വരും. സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ കേരളത്തിൻ്റെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ സന്നിഹിതരായിട്ടുണ്ട്. സുദീർഘമായി നമ്മുടെ ദേശങ്ങളിലൂടെ, നമ്മുടെ നാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം നൽകിയ പ്രിയങ്കരനായ പാപ്പൂട്ടി മാഷ് മടപ്പള്ളി കോളേജിലെ ഫിസിക്സിൻ്റെ പ്രൊഫസറാണ്. പക്ഷെ മണ്ണിലൂടെ നടന്ന ഒരു പ്രൊഫസർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പ്രിയങ്കരനായ പാപ്പൂട്ടി മാഷയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം കുറച്ച് സമയത്തിന് ശേഷം. മറ്റൊരാൾ പ്രഗത്ഭനായുള്ള നിരൂപകനും എഴുത്തുകാരനും പ്രഭാഷകനും അധ്യാപകനായിട്ടുള്ള പ്രിയപ്പെട്ട ജോബിഷ് മാഷ് അപ്പുറത്തുണ്ട്. പ്രിയങ്കരനായ അധ്യക്ഷൻ സത്യേട്ടൻ, ഈ ദേശത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഒക്കെ അവസാനത്തെ വാക്കായ പ്രിയങ്കരനായ സത്യേട്ടൻ ഒരു സിനിമ നടന്ന പോലെ ഇങ്ങനെ ജ്വലിച്ചവിടെ നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട സത്യേട്ടൻ. പിന്നെ നന്ദു എന്ന് പറയുന്ന കുറേ നേരമായി, നന്ദുവിനോട് ഞാൻ ചോദിച്ചു, അല്ല ഈ വർത്താനം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരേനോ? നമ്മൾ ഈ സ്വാഗതം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സാങ്കേതികതയാണ്. കാരണം നന്ദുവിൻ്റെ വാക്കിലൊക്കെ ഒരു വിഷാദമുണ്ട്. ഇത്രയും ചെയ്തിട്ട് ഒരു 10-15 ആളെ മുമ്പിലല്ല ആകെ സംസാരിക്കുന്നതാണ്. ഇതൊക്കെ മാറ്റിയാൽ മതി. അവസാനം ആള് കൂടുന്നവരാണ് നന്ദു എന്ന ചെറുപ്പക്കാരന്റെ ചോരത്തിളപ്പിന്റെ താരത്തിളക്കം കൊണ്ട് ഈ മാണിക്കോത്ത് കൂട്ടായ്മയെ ജ്വലിപ്പിച്ചു നിർത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ നന്ദുവിന്റെ സംസാരം വേണ്ടിയിരുന്നത്. എന്നാലും അത് ഇനിയും സംസാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട നന്ദു വേദിയിലുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് ലാബിന്റെ ഷാജിയേട്ടൻ, നമ്മുടെയൊക്കെ ആരോഗ്യത്തിന്റെ ഒരു കാവൽക്കാരനാണ് അല്ലേ. രക്തപരിശോധന ഡോക്ടർമാർ ആരാ കാണിക്കണമെന്നൊക്കെ ഞാൻ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം വേണം, ഷാജിയേട്ടാ ഇങ്ങനെ പ്രശ്നമുണ്ട്, ആരെയാണ് കാണിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇതാണ് എക്സ്പെർട്ട്, നിങ്ങൾ അദ്ദേഹത്തിന് കാണില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് കാവൽ നിൽക്കുന്ന ഷാജിയേട്ടൻ ഈ സാംസ്കാരികമായ ഉന്നതമായ ഒരു കൂട്ടായ്മയ്ക്കും കാവൽ നിൽക്കുന്നു. സാമ്പത്തികമായിട്ടും എന്താ പറയുക, അദ്ദേഹത്തിന്റെ പ്രത്യക്ഷത്തിനും പരോക്ഷമായ അദ്ദേഹം കൈകൊടുക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുമ്പിലിരിക്കുന്ന പ്രിയങ്കരായ സുഹൃത്തുക്കളെ എല്ലാവർക്കും അഭിവാദ്യം. 2 കാര്യം മാത്രം പറയാൻ, ഞാൻ പ്രസംഗിച്ച് ബുദ്ധിമുട്ടിക്കാൻ എന്താ പറയുക ഒരു ഉദ്ദേശം എനിക്കില്ല. ഒന്നാമത്തത്, മാണിക്കോത്ത് കൂട്ടായ്മ എന്ന് പറയുന്ന സുദീർഘമായ പാരമ്പര്യമൊന്നും ഇല്ലാത്ത 3 കൊല്ലം, ആ 3 കൊല്ലത്തിനുള്ളിൽ അത്യത്ഭുതകരം എല്ലാ കലാസമിതിയും അവസാനിച്ചപ്പോൾ, എല്ലാ ക്ലബുകൾ അവസാനിപ്പിച്ചപ്പോൾ, എല്ലാ നാട്ടിലെ കൂട്ടായ്മ അവസാനിച്ചപ്പോ
നമ്മുടെ ദേശം എന്താണ്? ഈ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയില് അവിടെ ഉജ്ജ്വലമായ പരിപാടികൾ വെക്കണമെന്നൊക്കെ എന്നെ തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് ഗംഭീരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, സാംസ്കാരിക പരിപാടികളിലൂടെ, ഫിലിം ഫെസ്റ്റിവലിലൂടെ, അതുപോലെ നോമ്പുതുറ ഉത്സവാഘോഷങ്ങളിലൂടെ ഒരു ദേശത്തെ ചേർത്ത് നിർത്തുന്ന മാണിക്കോത്ത് കൂട്ടായ്മ പറയാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ വാക്കാണ് കൂടെ ഞങ്ങളുണ്ട്. കൂടെ ഞാനുണ്ട്, നിങ്ങളെ കണ്ണീരൊപ്പാൻ, നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള വിശുദ്ധമായ വചനം ഒരു കൂട്ടായ്മ അന്നാട്ടിലെ ചെറുപ്പക്കാർ ഉറപ്പു നിന്നാൽ, അച്ഛാ, അമ്മ, ഉമ്മ, ബാപ്പ, നിങ്ങൾ ഉറങ്ങിക്കോ, ഈ തെരുവിൽ, ഈ ബസ് സ്റ്റോപ്പിൽ, ഈ നാട്ടിൽ ഞങ്ങളുണ്ട്, എന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുണ്ട്, കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ നാടിന്റെ എല്ലാ ഐക്യത്തിനും ഞങ്ങളുണ്ട് എന്ന് പറയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ വാക്കാണ് മാണിക്കോത്ത് കൂട്ടായ്മ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. ചില്ലറക്കാരിയല്ല അത്. ഒരു മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു വഴിയിൽ വീണ് കിടന്നാൽ വെറുതെ ഫോട്ടോ എടുത്ത് കടന്നു പോകുന്ന മനുഷ്യരാണ് നമ്മുടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് നഗരങ്ങളിൽ കൂടുതലുള്ളത്. അവനവൻ്റെ കാര്യമല്ലാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യ. ഗാന്ധിജിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരമൊക്കെ നമ്മുടെ ഭാരതീയരുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഒന്നിച്ചു നിന്നാലേ കാര്യങ്ങൾ നടക്കൂ, നമ്മുടെ നാടിന് വളർച്ചയുണ്ടാവൂ എന്ന് നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നവരാണ് അവരൊക്കെ. ഇന്ന് നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ മതവും ജാതിയും അന്ധവിശ്വാസങ്ങളും ഒക്കെ തിരികെ കയറ്റി എങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ഒറ്റപ്പെടുത്താം, അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്നവരാക്കി മാറ്റാം എന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിൻ്റെ ഫലം നമ്മൾ ദിവസേന പത്രങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു മനുഷ്യരാൽ കൊല്ലപ്പെടുന്നു. അത് ജാതിയുടെ പേരിലാകാം, മതത്തിൻ്റെ പേരിലാകാം. ഇപ്പം നമ്മൾ പഹൽഗാമിലെ ഭീകരമായ കൊലപാതകത്തെക്കുറിച്ച് 26 പേര് ഒന്നിച്ച് കൊല ചെയ്യപ്പെട്ടതിനെക്കുറിച്ച് വായിച്ചു. നമ്മൾ വളരെ വികാരഭരിതരാണ്, യാതൊരു സംശയമില്ല. നമ്മുടെ രാജ്യത്തേക്ക് അതിവിപ്ലവം പറഞ്ഞുകൊണ്ട് പ്രത്യേക മതചിന്തകൾ ഉൾക്കൊള്ളുന്ന ആളുകൾ വന്ന് ആക്രമണം നടത്തി എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇന്ത്യക്കുള്ളിൽ വിദേശികളല്ലാത്ത ആളുകൾ തന്നെ അത് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ അവഗണിക്കുകയാണ്. അപ്പം ഈ മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും ബാക്കി എന്ത് വിശ്വാസത്തിൻ്റെ പേരിലായാലും എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള ബോധം നമുക്ക് മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്താകെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും നമുക്കറിയാം. വേലേഷൻ ക്യാമ്പിൽ വെച്ച് സോമൻ മാഷ് ഒരനുഭവം പറയുകയുണ്ടായി. തൊട്ടു മുന്നേ സംസാരിച്ചു പോയ സോമൻ കടലു, അദ്ദേഹം കൂത്തുപറമ്പിനടുത്ത് ചിറ്റാരിപ്പറമ്പിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സാംസ്കാരിക പ്രഭാഷണത്തിന് എത്തിച്ചേരുകയും ഒരു ക്ലബിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകനായ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് അദ്ദേഹവുമായിട്ടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സന്ധ്യയായി. അപ്പോഴാണ് ഈ ക്ലബിൻ്റെ താലപ്പിൽ മറ്റ് ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ആ അധ്യാപകൻ്റെ വൃദ്ധയായ അമ്മ കയറി വരികയും അപ്പോൾ പരിപാടിക്കിടയിൽ നിന്ന് വന്നതാണ് എന്ന് അവർ പറയുകയും അതിനുശേഷം അവർ പറഞ്ഞത്, ഇനി അവിടെ ഇല്ലേ എന്ന്, ഇനി അവിടെ നിൽക്കുന്നില്ലേ എന്ന് സോമൻ മാഷ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി എവിടുന്ന് ഒരു സോമൻ്റെ എന്തോ ഒരു പ്രസംഗമുണ്ട്, അതും തീരുന്നവരെ, അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് സോമൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം
എന്ന് ആ അമ്മ പറയുകയും സോമമാഷ് എഴുന്നേറ്റ് ഓടിയാലോ എന്ന് ആലോചിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാളുടെ കാര്യമാണത്. അപ്പോഴാണ് നമ്മൾ ഒരു സാംസ്കാരിക സംഭാഷണത്തിന് 3 പേരെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലാകും. തീർച്ചയായും നിങ്ങൾ കുട്ടികളുടെ കലാപ്രകടനത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വന്നതാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സത്യൻ വരൂണ്ട, മാണിക്കോത്ത് കൂട്ടായ്മയുടെ സെക്രട്ടറി നന്ദു കുറ്റിപ്പനം, അതുപോലെ തന്നെ മാണിക്കോത്ത് കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, കൂടാതെ നമ്മുടെ ഇന്നത്തെ ഈ വേദിയിൽ ധന്യമാക്കിയ പ്രിയപ്പെട്ട 3 മാഷന്മാർ, സോമമാഷും ബാപ്പുട്ടി മാഷും ജോബിഷ് മാഷും ഒക്കെ ധന്യമാക്കിയ ഈ വേദിയിൽ എന്നെയും ക്ഷണിച്ചതിന് മാണിക്കോത്ത് കൂട്ടായ്മയോടുള്ള നന്ദിയും കൃതജ്ഞതയും മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ഈ വേദിയിൽ ഞാൻ എന്ത് പറഞ്ഞാലും അത് അധികപ്പെട്ടായിപ്പോകുമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെ മാണിക്കോട്ട് കൂട്ടായ്മയെ പറ്റി 2 വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വേദിയിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി മാണിക്കോത്ത് കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ ഒരു ഈ പ്രദേശത്തുകാരനെ പോലെ തന്നെ കണ്ടുകൊണ്ട് എല്ലാ പരിപാടിക്കും എന്നെ ക്ഷണിക്കുകയും എല്ലാക്കാണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നന്ദു, ഞാൻ എന്നും നന്ദുവിനെ വിളിക്കുക. ഈ പരിപാടി തുടങ്ങി അന്ന് നന്ദുവിനെ വിളിക്കും. ഇത് നന്ദു എങ്ങനെയുണ്ട് പരിപാടികൾക്ക്? ഇന്ന് എന്നോട് പറഞ്ഞു, ഷാജിയേട്ടാ അതൊന്നും കരുതണ്ട, എൻ്റെ ഞങ്ങളൊക്കെ അടി പിണ്ടിട്ടുണ്ടെന്നാണ്. ഞാൻ എന്താ നന്ദു? അല്ല ചേട്ടാ, സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞു, നന്ദു 2 മാസം മുന്നേ ഈ പരിപാടി നിങ്ങൾ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് മുതൽ അന്ന് നിങ്ങൾക്ക് അറിയായിരുന്നു 1 രൂപ പോലും കയ്യിലില്ലാതെ നിങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തത് ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ സഹായവും സന്മനസ്സും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. എന്നിട്ടും നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളെ കൂടെ തന്നെ ഒരു കൈത്താങ്ങായി ഈ പ്രദേശത്തുകാരുണ്ടാവും. നന്ദു അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട, അതിനെപ്പറ്റി ആലോചിക്കുക പോലും വേണ്ടാതെ പറഞ്ഞു. നന്ദു എനിക്ക് +2 കഴിഞ്ഞ സമയത്താണെന്നുണ്ട് നന്ദുവിൻ്റെ അച്ഛൻ വേണേട്ടൻ ഇവർ കൈപിടിച്ച് എൻ്റെ അടുത്തായി തന്നു. എന്നോട് ഇന്ന് ഷാജി ഇവനവിടെ നിൽക്കട്ടെ, ഡിഗ്രിക്കെല്ലാം പോകണം, നന്ദുവിനെ നിൻ്റെ ഒരു അനിയനെ പോലെ നീ നോക്കണം എന്ന് വെച്ചുകൊണ്ട് ഡോക്ടേഴ്സ് ലാബിൽ ഏൽപ്പിച്ച എൻ്റെ നന്ദു അന്ന് ഒരു സ്ഫുരണമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇന്നും അന്ന് ആ ലാബിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സഹപ്രവർത്തകർ പലരും വിദേശത്തും മറ്റുള്ള സ്ഥലത്തുനിന്നും ഇപ്പോഴും വിളിക്കുമ്പോൾ നന്ദുവിനെ പറ്റി അന്വേഷിക്കും. കാരണം നന്ദു ഒരാളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും അവരെ സ്നേഹിക്കുന്നതും ഒക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, മാണിക്കോത്ത് കൂട്ടായ്മയുടെ സാംസ്കാരിക സദസ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് മുന്നിൽ നയിച്ച ബഹുമാന്യരായ VK ജോബിഷ് മാസ്റ്റർ, പാപ്പുട്ടി മാസ്റ്റർ, അതുപോലെ സോമൻ കടലൂർ എന്നിവരോടുള്ള അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടും മാണിക്കോത്ത് കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത് കഴിഞ്ഞ ഉടനെ നമ്മുടെ കുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസ് ഉൾപ്പെടെയുള്ള നൃത്യങ്ങളും നാടകവുമുണ്ട്. കഴിഞ്ഞ 2 മാസത്തിലധികമായി നമ്മുടെ നാട്ടിലെ പ്രതിഭകൾ ഈ നാടകത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്ത് പരിശീലിക്കുകയാണ്. അവരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം ഇവിടെ ഓർക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ വേദി ഇത്ര ധന്യമാക്കി തന്ന സൂര്യ എൻ്റർടൈൻമെൻറ്റിൻ്റെ ശ്രീശനോടുള്ള പ്രത്യേക സ്നേഹം കൂടി ഇവിടെ ഓർമ്മിക്കുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാവർക്കും മാണിക്കോത്ത് കൂട്ടായ്മയുടെ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നന്ദി, നന്ദി.